1,50,000 രൂപ വില വരുന്ന ട്രാഷ് ടോട്ടെ ബാഗ്, ഡിസ്റ്റോർഡ് സ്നീക്കേഴ്സ്, 77,000 രൂപ വില വരുന്ന ടവൽ സ്കർട്ട്. കഴിഞ്ഞ വർഷം ലോകപ്രസിദ്ധ ബ്രാൻഡായ ബലൻസിയാഗ പുറത്തിറങ്ങിയ പ്രോഡക്റ്റ്സ് ആണ് ഇതെല്ലാം. ഇത് കാണുമ്പോൾ ഇതൊക്കെ ഒരു ഷോ അല്ലേ, ഇതൊക്കെ ആരെങ്കിലും വാങ്ങുമോ എന്ന് നമുക്ക് തോന്നാം അല്ലേ? പക്ഷേ ബേസിക്കലി ഇതൊരു സ്ട്രാറ്റജിയാണ്. മീം ബെയ്റ്റിംഗ് എന്നാണ് ഈ സ്ട്രാറ്റജിയുടെ പേര്. ഇത്രയും വലിയ വിലയ്ക്കുള്ള ഇത്തരം വിചിത്രമായ പ്രോഡക്ട്സിൻ്റെ യുക്തിയില്ലായ്മ തന്നെയാണ് ഇതിലെ ഏറ്റവും വലിയ USP. കാരണം ഇത്രയും വിചിത്രമായ പ്രോഡക്ട്സിനെ പറ്റി അറിയുമ്പോൾ നമ്മളെല്ലാം അതൊന്ന് റീട്വീറ്റ് ചെയ്യുകയോ റീപോസ്റ്റ് ചെയ്യുകയോ എല്ലാം ചെയ്യും. അതുവഴി നമ്മുടെ ഫീഡുകളിലും നമ്മുടെ സുഹൃത്തുക്കളുടെ ഫീഡുകളിലാകമാനം ഈ വാർത്ത നിറയും. ഇത് കമ്പനിയുടെ ഫ്രീ പരസ്യമായി മാറുന്നുണ്ട്. അതുമാത്രമല്ല, ഈ പ്രോഡക്റ്റിനെ കുറിച്ച് അറിയാൻ അല്ലെങ്കിൽ ഈ കമ്പനിയെ പറ്റി അറിയാൻ ഈ വെബ്സൈറ്റിൽ കയറുന്ന ഒരുപാട് ആൾക്കാരുണ്ടാകാം. അതിലെ 5% പേർ മിനിമം ഒരു പ്രോഡക്റ്റെങ്കിലും അതിൽ നിന്ന് വാങ്ങിയിരിക്കും. അതോടെ കമ്പനിക്ക് ലാഭമായി. നോക്കൂ, നമ്മുടെ ഒരു ക്ലിക്ക് ഒരു ബിസിനസ്സായി മാറുന്നത് മീം ബെയ്റ്റിങ്ങിലൂടെയാണ്. വിചിത്രമല്ലേ?